ഓസ്ട്രേലിയക്കെതിരായ 4-ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് പരാജയം. ഇന്ന് ടെസ്റ്റിന്റെ 5-ാം ദിവസമായിരുന്നു. അവസാന സെഷനിലാണ് ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങിയത്. ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാൾ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ത്യ ആകെ 155 റൺസ് മാത്രമാണ് എടുത്തത്. ഓസ്ട്രേലിയ ഉയർത്തിയ വിജയലക്ഷ്യത്തിന് 185 റൺസ് പിറകിലായിരുന്നു ഇന്ത്യ. മോശം രീതിയിലാണ് മത്സരം ഇന്ന് ആരംഭിച്ചത്. 33 റൺസ് എടുക്കുന്നതിനിടെ തന്നെ ഇന്ത്യയുടെ 3 മുൻനിര ബാറ്റ്സ്മാൻമാർ കൂടാരം കയറിയിരുന്നു. രോഹിത് ശർമ്മ 9 റൺസ്, രാഹുൽ 0, കോഹ്ലി 5 എന്നിവർ തീർത്തും നിരാശപ്പെടുത്തി. ഇതിനുശേഷമായിരുന്നു പന്തും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യയെ ഒരു ഘട്ടത്തിൽ സമനിലയിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിപ്പിച്ചത്. എന്നാൽ അവസാന സെഷനിൽ ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് പന്ത് തന്റെ വിക്കറ്റ് കളഞ്ഞു. 30 റൺസാണ് പന്ത് എടുത്തത്. പിന്നാലെ 2 റൺസ് എടുത്ത ജഡേജയും 1 റൺസ് മാത്രം എടുത്തു നിതീഷ് കുമാർ റെഡ്ഡിയും കളം വിട്ടു. എന്നാൽ ജയ്സ്വാൾ മറുവശത്ത് ഒരു പടയാളിയെ പോലെ തുടരുന്നുണ്ടായിരുന്നു. ജയ്സ്വാൾ മത്സരത്തിൽ 208 പന്തുകളാണ് നേരിട്ടത്. 84 റൺസും അദ്ദേഹം എടുത്തു. ജയ്സ്വാൾ ആകെ 8 4 അടിച്ചുകൂട്ടിയത്. ജയ്സ്വാൾ പോയതോടെ കാര്യങ്ങൾ പരുങ്ങലിലായി. പിന്നാലെ ആകാശ്ദീപ് വരുന്നു. 7 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തുപോയത്. പിന്നെ 15 ഓവറും 2 വിക്കറ്റ് മാത്രമായിരുന്നു ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നത്. എന്നാൽ 12 ഓവർ ശേഷിക്കെ ഓസ്ട്രേലിയ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ വിജയത്തോടെ ഓസ്ട്രേലിയ പരമ്പരയിൽ 2-1 മുന്നിലെത്തി. ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്ന പ്രതീക്ഷയും ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്.